അല്ല, നീ കുഞ്ഞിനെ എപ്പം കിടത്തന്നെയാ? പണിയൊന്നും എടുക്കാൻ തുടങ്ങിയില്ലേ? 3 മാസം ആയാനായില്ലേ പ്രസവിച്ചിട്ട്? ഇനി കുറേശ്ശെല്ലാം പണിയെടുക്കണം. എപ്പം കുഞ്ഞിന്റെ ബാക്കിലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവില്ല? പണിയെടുക്കാൻ ഇവിടെ വേറെ ആരാ ഇല്ലത്? അതെയാ, എന്നാ അമ്മായി ഒന്ന് ഇവിടെ കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കി, ഞാനൊന്ന് അപ്പുറത്ത് പോയിട്ട് വരാം കേട്ടാ. പിന്നെ മോനൊന്ന് അപ്പി ഇട്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് വൃത്തിയാക്കേ, ഞാനിപ്പോ വരാം. അല്ല, അത് കൈമാറി ചെയ്തിട്ട് കുഞ്ഞിക്ക് അതൊരു അസ്വസ്ഥതയായിരിക്കും. നീ ഒന്ന് ചെയ്തോ? അത് കുഴപ്പമില്ല, ഓന് തിരിച്ചറിയാൻ പ്രായമായിട്ട് തിരിച്ചറിയാനായിട്ടുണ്ടെങ്കിൽ അമ്മായിനെ ഒന്ന് അടുപ്പിക്കുക കൂടിയില്ല ചെയ്തു. അല്ല, അത് കുഞ്ഞിനെ എടുത്തേ. നല്ലോണം വയറ്റിന്നെല്ലാം പോയതാണ്. ഇതാ കുഞ്ഞിന്റെ വട്ടിയെല്ലാം വീണു. നിറച്ചു പാലങ്ങ് കൊടുത്തേന്. ഒരുപാട് ചോറ് തിന്നോണ്ടിരിക്കുന്നു. അതെല്ലാം പണ്ടത്തെ ആൾക്കാർ വെറുതെ പറയുന്നതാണ് നല്ലോണം തിന്നണമെന്നെല്ലാം. ഇപ്പം തന്നെ വരല് പോലെ ഉണ്ട്. ഇനി അധികം തിന്നാൽ തന്നെ കാണാൻ കൂടി പറ്റൂല. അത് കൊള്ളാം. ഞാൻ കുഞ്ഞിക്ക് പാല് കൊടുക്കുന്നല്ലേ, പിന്നെ ഞാൻ പൈപ്പ് തുറന്നിട്ട് എങ്ങാനാണ് ഉണ്ടാക്കുന്ന പാല്. ഭക്ഷണം കഴിച്ചാലേ പാല് വരുമല്ലോ. ഞാൻ എന്തായാലും നല്ലോണം കഴിക്കും. എന്ത് പറഞ്ഞാലും കുഞ്ഞി ഓനെപ്പോലെ തന്നെയാണ്. ഞാനൊന്ന് ആസ്പത്രിയിൽ നിന്ന് കണ്ടെല്ലാം വിചാരിച്ചു ഇവളെപ്പോലെ തന്നെയാണെന്ന്. ഇവളതേ ചായ തോന്നി. ഇപ്പൊ വളർന്നു വരുമ്പോ ഓനെപ്പോലെ തന്നെയാവുന്നുണ്ട്. വലുതാവുമ്പോ നല്ല സുന്ദരനായിരിക്കും ഓനെപ്പോലെ. എന്തായാലും ഓളെപ്പോലെയല്ല. നമ്മളെ കുഞ്ഞ് പിന്നെ എന്നെ പോലെ ഏട്ടനെ പോലെ അല്ലാണ്ട് പിന്നെ നാട്ടുകാരെ പോലെ ഉണ്ടാവാണ്ട്. അമ്മായി എന്തായാലും ചായ കുടി. ചിലവർക്ക് നാണവമാനം ഇല്ലെങ്കിലും ചായ കുടിക്കാനൊന്നും ബുദ്ധിമുട്ട് കാണില്ലല്ലോ. ആ 5:30 ബസ് നമുക്ക് കിട്ടുമോ? ചായ ഒന്നും കുടിക്കാൻ ചിലപ്പോ നേരം ഉണ്ടാവൂല. എന്നാലും തന്നതല്ലേ.